Hey guys, നമുക്കിന്ന് ഒരു വാട്സപ്പ് ബോട്ടിനെ സെറ്റ് ചെയ്യാം. അത് കുറേ പേര് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഏറ്റവും ആദ്യമായിട്ട് അതിലൊരു കമാൻഡ് ഇടണം. നമ്മൾ 2 ഫോൺ ഇതിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആയിരിക്കണം. അതിന് ഏറ്റവും ആദ്യമായിട്ട് ഈ കമാൻഡ് നമ്മുടെ രണ്ടാമത്തെ ഫോൺ എന്ന് വെച്ചാൽ വാട്സപ്പ് യൂസ് ചെയ്യുന്നില്ലാത്ത ഫോണിൽ ഇടുക. കമാൻഡ്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ കയറുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് എന്തിനുള്ള കമാൻഡ് അത് എഴുതിയിട്ട് വേണം അതനുസരിച്ച് യൂസ് ചെയ്യുക. Okay, so let's continue. ഇതൊരല്പം സമയമെടുക്കുന്ന ടാസ്ക്കാണ്. ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിൽ 1-2 ടൂൾസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ചിലയിടത്ത് യെസ് കൊടുക്കേണ്ടി വരും, വൈ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇത് 2ാമത്തെ തവണയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും ചെയ്യേണ്ടി വന്നില്ല. നേരെ ലിങ്ക് ക്രിയേറ്റ് ആയി ആ URL എനിക്ക് സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറേ സമയമെടുക്കും, കുറേ കൂടെ നെറ്റ് യൂസ് ആകും. അപ്പോൾ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നമ്മുടെ ടെർമെക്സിൽ ഇനി ഒരു QR കോഡ് കാണിക്കും. അത് നമ്മുടെ വാട്സപ്പ് ഇപ്പോൾ ഏത് ഫോണിനാണ് എടുക്കേണ്ടത്, ഏത് വാട്സപ്പിനാണോ ബോട്ട് സെറ്റ് ആക്കേണ്ടത്, ആ ഫോൺ വെച്ച് സ്കാൻ ചെയ്യുക. ആ ഫോൺ വെച്ച് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോഡ് കിട്ടും. ആ കോഡാണ് ഇതിൽ പ്രധാനമായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഏതെങ്കിലും വീഡിയോയെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാണും. ആ ലിങ്ക് വഴി കയറിയാൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ആ ഗ്രൂപ്പിൽ ചോദിച്ച് നമുക്ക് വ്യക്തമാക്കാവുന്നതാണ്. ഇപ്പോൾ അത് ആ QR കോഡ് ഇപ്പോൾ വരുമ്പോഴേ നമ്മൾ പെട്ടെന്ന് സ്കാൻ ചെയ്യുക. ഓക്കെ, QR കോഡ് സ്കാൻ ചെയ്തിരിക്കുന്നു. അത് കഴിയുമ്പോൾ നമുക്കൊരു കോഡ് താഴെ വന്നു. ഈ ഒരു ഹാഷ് കോഡ് എടുത്ത് നമുക്ക് ഏത് ഫോണിലാണോ സെറ്റ് ആക്കേണ്ടത് ആ ഫോണിൽ ഇട്ടുക. അല്ലെങ്കിൽ ഈ ഫോണിൽ തന്നെ നമുക്ക് ചെയ്യാം, പക്ഷേ എനിക്ക് എളുപ്പം എൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോൺ യൂസ് ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ കോഡ് നേരെ എടുത്ത് വാട്സപ്പ് വഴി എൻ്റെ മെയിൻ ഫോണിലോട്ട് സെൻഡ് ചെയ്യുകയാണ്. ആ കോഡ് മാത്രം, അസീന തൊട്ട് ഈക്വൽസ് വരെ ഉള്ള ഭാഗം. നമുക്ക് കോഡ് റിസീവ് ആയിട്ടുണ്ട് നമുക്ക് എൻ്റെ മെയിൻ ഫോണിൽ. ഇനി അടുത്തതായി അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഹിറോക്കു എന്നുള്ള സൈറ്റിൽ ചെന്ന് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനായുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹിറോക്കു സൈറ്റിൽ ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ സൈനപ്പ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുവാണ്, അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് കയറാം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് സൈനപ്പ് ചെയ്യുക, പിന്നെ ബാക്കി ഇതേപോലെ തന്നെ ചെയ്യാം. നമുക്ക് നമ്മുടെ APIയുടെ നെയിം കൊടുക്കണം, ഒരു ആപ്പ് നെയിം നമ്മുടെ ബോട്ടിൻ്റെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനിപ്പോൾ ടോക്സിക് ഏലിയൻ എന്ന് കൊടുത്തിരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് വേണ്ട നമ്മുടെ ആ ഒരു കോഡ് സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയ കോഡ് അതിവിടെ നേരെ വാട്സപ്പിൽ നിന്ന് കോപ്പി ചെയ്യുക, അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അവിടെ അസീന സെഷൻ എന്ന് പറയുന്നിടത്ത് പേസ്റ്റ് ചെയ്യുക. അടുത്തതായി നമുക്ക് ഹാൻഡ്ലേഴ്സിൽ ഡോട്ട് മാത്രം മതി, കാരണം നമ്മൾ ഡോട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ച് മാറ്റുക. പിന്നെ ഹിറോക്കു API അതിനായി നമ്മൾ ആദ്യം നമ്മുടെ അക്കൗണ്ട് സെറ്റിങ്സ് ഞാൻ ഒരു ന്യൂ ടാബിലോട്ട് ഓപ്പൺ ചെയ്തു. എന്നിട്ട് അക്കൗണ്ട് സെറ്റിങ്സ് ചെല്ലുക. അതിൻ്റെ അകത്ത് API കീ കാണും. അത് ജസ്റ്റ് ആദ്യം ഒന്ന് റിവീൽ ചെയ്തിട്ട് നേരെ കോപ്പി ചെയ്യുക. നേരെ നമ്മുടെ കുറച്ച് മുമ്പത്തെ ടാബ് എടുക്കുക, ആ ടാബിൽ API കീ പേസ്റ്റ് ചെയ്യുക. അടുത്തായി ഒന്നുകൂടെ ഹിറോക്കു ആപ്പ് നെയിം, നമ്മൾ ആദ്യം കൊടുത്ത നെയിം എന്താണോ അതേ നെയിം തന്നെ ഒന്നുകൂടെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഈസിയായിട്ടുള്ള പേരാണ് കൊടുത്തതെന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടു. അത് ഞങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. അപ്പോൾ അവിടെ TR എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് EN എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ സുഡോ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട് താഴെ. അവിടെ നമ്മുടെ ഫോൺ നമ്പർ, ഇപ്പോൾ ഇന്ത്യൻ നമ്പർ ആണെങ്കിൽ 91 ചെറുതൊരു ബാക്കി നിങ്ങളുടെ 10 ഡിജിറ്റ് നമ്പർ, അത് എറർ വരുവാണെങ്കിൽ ആ നമ്പറിലോട്ടായിരിക്കും എറർ അയക്കുന്നത്. അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് സൂക്ഷിക്കാം. അത് നമുക്ക് ഡിപ്ലോയ് കൊടുക്കാം. ഇതൊരല്പം സമയമെടുക്കുന്ന ടാസ്ക്കാണ്. എനിക്കൊരു 20 മിനിറ്റോളം എടുത്തു മൊത്തം കംപ്ലീറ്റ് ആകാൻ. ഇതിപ്പോൾ ഞാൻ നല്ല ഫാസ്റ്റാക്കി വെച്ചേക്കുകയാണ്. നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ അനുസരിച്ചിരിക്കും എത്ര സ്പീഡിലാകുന്നു. അത് നമുക്ക് മാനേജ് ആപ്പ് കൊടുത്തിട്ടാണ് ഇത് വർക്കറിന് സ്റ്റാർട്ട് ചെയ്യണം. ഇതിൻ്റെ അകത്ത് മാനേജ് ആപ്പ് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ സെഷനിൽ
നമുക്കൊരു വർക്കറുണ്ട്. അപ്പോൾ നമ്മൾ വർക്കറിനെ സ്റ്റാർട്ട് ചെയ്തു, കൺഫേം കൊടുത്തു. നമുക്ക് നേരെ വാട്സപ്പിലോട്ട് ചെല്ലാം. വാട്സപ്പിൽ നമ്മൾ ആദ്യമായിട്ട് വാട്സപ്പ് വെബ് എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാം ഒരു സിസ്റ്റം ലോഗിൻഡ് ആണ്. അത് പക്ഷേ ആക്റ്റീവ് കുറച്ച് നേരം മുമ്പ് വരെയായിരുന്നു. അത് ജസ്റ്റ് ആക്റ്റീവ് കറൻ്റ്ലി ആക്റ്റീവ് എന്ന് കാണിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. കറൻ്റ്ലി ആക്റ്റീവായി. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓരോ കമാൻഡ്സും. ഞാൻ ആദ്യം തന്നെ പിങ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ സ്പീഡ് കാണിക്കും. ഇൻ്റർനെറ്റ് കണക്ഷൻ അല്ല, നമ്മുടെ ഫോൺ ഡിവൈസും സെർവറും തമ്മിലുള്ള പിങ് കാണിക്കും. പിങ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു, ബോട്ട് ഓൾമോസ്റ്റ് സെറ്റായിരിക്കുന്നു. .asena എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള കമാൻഡ്സും എല്ലാം കാണിക്കും. നമുക്ക് ആ കമാൻഡ്സ് അനുസരിച്ച് ബാക്കി മൂവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കമാൻഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്പീഡ് ടെസ്റ്റ് എന്നുള്ള കമാൻഡ് നമ്മുടെ അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങും സ്പീഡ് കാണിക്കും. ഒരല്പം സമയം എടുക്കും, കാരണം സ്പീഡ് ടെസ്റ്റിന് ഒരല്പം ടൈം എടുക്കും. അപ്പോൾ നമുക്കതൊരു വെയിറ്റ് ചെയ്യാം. അപ്പോൾ സ്പീഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. ഇനി അടുത്തത് ഞാൻ എല്ലാം കുറച്ച് അല്പം സ്പീഡാക്കുന്നുണ്ട്. നമുക്ക് കുറേ കമാൻഡ്സ് ഉണ്ട്, ആവശ്യത്തിലധികം കമാൻഡ്സ് ഉണ്ട്. ടാഗ് ഓൾ ഉണ്ട്. ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒറ്റയ്ക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടി ടാഗ് ഓൾ എന്ന കമാൻഡ് യൂസ് ചെയ്യാം. അങ്ങനെ കുറേ എളുപ്പവഴികളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു വാട്സപ്പ് വെബുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ഏതോ ഒരു അൺനോൺ സെർവറിൽ നമ്മുടെ വാട്സപ്പ് വെബ് ഓൺ ആയിരിക്കും. അവരത് വെച്ച് എന്ത് ചെയ്യും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ വാട്സപ്പ് ബാൻ ആകാൻ സാധ്യതയുണ്ടെന്ന് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ എഴുതിയിട്ടുണ്ട്. വാട്സപ്പ് ബാൻ ആകാനും ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഞാനും കുറേ പേരും ഇപ്പോൾ വാട്സപ്പ് വെബ് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ബോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പം വന്നിട്ടില്ല. വാട്സപ്പ് വെബിൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് TTS, ടെക്സ്റ്റ് ടു സ്പീച്ച്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. Thank you for watching. Don't forget to subscribe. Hit that bell icon for more videos like this. ഇതാണ് ടെക്സ്റ്റ് ടു സ്പീച്ച്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതാണോ അത് സ്പീച്ചായി വരും. നിങ്ങൾ വാട്സപ്പ് ബോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ കമാൻഡാണ്. Okay, bye. So thanks for watching, and also please consider subscribing.